കിടന്നുറങ്ങി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ ഒരു അൽക്കുലത്തെ വീക്കെൻഡ്? അതോ ഇത് നോമ്പ് കാലമാണ്, അല്ലെങ്കിൽ കർക്കിടക മാസമാണ്, അടുക്കും ചിട്ടയും ഒക്കെയുള്ള വൃത്തിയും വെടുപ്പുള്ള ഒരു വീക്കെൻഡ്? ഏതായിരുന്നു? ഏതു തന്നെയാണെങ്കിലും വീക്കെൻഡ് അവസാനിച്ചു കേട്ടോ. നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എനർജറ്റിക് ആയിട്ട് ജോലി എടുക്കേണ്ട സമയമാണ്. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്. ഇത് അച്ചുവാണ് ലേഡീസ് നേരത്തിൽ ക്ലബ് FM 104.8. എന്തായാലും അടുക്കും ചിട്ടയോടും കൂടി വീക്കെൻഡ് ആചരിച്ചവർക്കൊക്കെ നല്ല കാലമായിരിക്കും. അല്ലാത്തവരുടെ കാര്യമൊക്കെ കഷ്ട. ഏതെങ്കിലും തരത്തിലൊരു അസുഖം വന്നു വെട്ടാൽ പെട്ടതാണ്. കാരണം ഡോക്ടേഴ്സൊക്കെ നിസ്സഹകരണ സമരം തുടങ്ങിയല്ലോ. അല്ല, എന്നാലും നല്ല ഡോക്ടേഴ്സ് എപ്പോഴും രോഗികൾ വന്നു കഴിഞ്ഞാൽ നോ എന്ന് പറയില്ലല്ലോ. അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ തുടങ്ങാണ് നമ്മുടെ ലേഡീസ് നേരം. ഇന്ന് കപ്പലോടിക്കാൻ റെഡി ആയിക്കോളും. ഒരു ഓസ്കാർ അവാർഡ് കൊണ്ടുവന്ന AR റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടായിരുന്നു അത്. കാവ്യ തലൈവൻ എന്ന ഫിലിമിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഓസ്കാർ നമ്മുടെ കുഞ്ഞു കേരളത്തിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത് കൊണ്ടുവന്നത്? Slumdog Millionaire, Ian Tapp, Richard Wright, and Gafur Pukati. Accepting the Oscar is Razul Pukati. 5 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വീണ്ടും ഓസ്കാർ എത്തിയിരിക്കുകയാണ്. ഓസ്കാർസ് ഓഫ് ഗാസ്ട്രോണമി എന്നറിയപ്പെടുന്ന ഗോമാൻ കുക്ക് ബുക്ക് അവാർഡ് പൂങ്കുന്നം സ്വദേശിനിയായ നിമി സുനിൽകുമാറിലൂടെ. അപ്പൊ നിമിക്ക് നമ്മൾ എല്ലാരും കൂടി എഴുന്നേറ്റ് എന്നൊരു കയ്യടി കൊടുത്തിരിക്കുകയാണ്. നിമി നമ്മളോടൊപ്പം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഒരു ക്രെഡിറ്റ് ആണോ? അതായത് മലയാളത്തില്, കേരളത്തില് ആദ്യമായിട്ടാണോ ഒരാൾ ഈ ഒരു അവാർഡ് സ്വന്തമാക്കുന്നത്? ആദ്യത്തെ മലയാളിയാന്ന് തോന്നുന്നുണ്ട്. ഞാനത് ടോട്ടലി വെരിഫൈ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. അതെന്ത് പറ്റി? പാചകത്തിന്റെ ഓസ്കാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബുക്കാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ബാക്കി സ്റ്റേറ്റ്സ് ചോദിച്ചിരുന്നപ്പോഴും അവരെല്ലാം പറഞ്ഞിരുന്നത് ബാക്കി സ്റ്റേറ്റ്സ് വന്ന ബുക്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഓ, ഇന്ത്യയിൽ തന്നെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ കമ്പീറ്റ് ചെയ്യാൻ പോയവര്, ഫൈനലിസ്റ്റ് ആയിട്ട് പോയവര് ഒരു 4-5 പേര് ഉണ്ടായിരുന്നു. വിശേഷങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിമിയോട് ചോദിച്ചറിയാം. നിമി ഇന്ന് നമ്മുടെ കൂടെ ലേഡീസ് നേരത്തിലുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് അച്ചു. കളഭവും മനസ്സും മാത്രമല്ല, സകലമാന സ്വത്തും നമ്മളൊരു പക്ഷെ ഇമാതിരി പാചകം ചെയ്യുന്ന ഒരാൾക്ക് എഴുതി വെച്ച് പോവും. മനസ്സിന്റെ തൃപ്തിയാണല്ലോ പ്രധാനം. നമ്മുടെ കൂടെയുള്ളത് ഗാസ്ട്രോണമിയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗോമെ കുക്ക് ബുക്ക് അവാർഡ് ആദ്യമായിട്ട് മലയാളക്കരയിലേക്ക് എത്തിച്ച നിമി സുനിൽകുമാറാണ് ഫ്രം പൂങ്കുന്നം. നിമി, എങ്ങനെയാണ് ഈ ഗോമെ അവാർഡ് സ്വന്തമാക്കാൻ ഇടയായത്? അത് 2009 ഫസ്റ്റ് ബുക്ക് ഇറക്കിയപ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു വായിക്കണം. പക്ഷെ നടക്കില്ലെന്ന് തോന്നി ബുക്കിന്റെ കോലം കണ്ടപ്പോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്ര പ്രിപ്പയർഡ് അല്ല. കുറച്ചും കൂടി അറിയാനുണ്ട് എന്താണ് പബ്ലിഷിംഗ്, എല്ലാത്തിനെ കുറിച്ചും അധികം നോളജ് ഇല്ല എനിക്ക്. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നപ്പോ. സെക്കൻഡ് ട്രിപ്പ് 2013 സ്റ്റാർട്ട് ചെയ്തപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി, എല്ലാം ഒരു ഐഡിയ കിട്ടി. അപ്പൊ കുറച്ച് പ്രീ പ്ലാൻഡ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റി. പക്ഷെ എന്ന് വെച്ചിട്ട് അവാർഡിന് വേണ്ടിയിട്ട് ഇറക്കിയ ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. ബുക്ക് ഇറക്കി അത് കഴിഞ്ഞിട്ട് വന്ന ഒരു സംഭവമാണ് ഇതെല്ലാം. ആരാണ് ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് പറഞ്ഞത്? അത് നിമിക്ക് അറിയാമായിരുന്നു? എനിക്കറിയാമായിരുന്നു. ഗോർമെ മാഗസീൻ ഒരു അത്യാവശ്യം ഫുഡ് ലെവലിൽ ഒരു ഫേമസ് മാഗസീൻ ആണ്. ആ മാഗസീൻ ഒരു കുക്ക് ബുക്ക് അവാർഡ്സ്, ഇന്റർനാഷണലി അക്ലെയിംഡ് കുക്ക് ബുക്ക് അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. വേറെയും ഫുഡ് അവാർഡ്സ് ഉണ്ട്, ജോൺ ബിയർഡ് അവാർഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിലേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു, അയച്ചു. ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ 3 ബുക്സ് നിങ്ങൾ അയക്കൂ എന്നായിരുന്നു. അയച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് പബ്ലിഷർ ഇല്ല, ഞാൻ സെൽഫ് പബ്ലിഷ്ഡ് ആയതുകൊണ്ട് ഞാൻ തന്നെ അയക്കുമായിരുന്നു. അത് ശരി. അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ കഴിഞ്ഞാൽ December 15th ആയപ്പോ ഞാൻ അറിയുന്നത് എന്റെ ബുക്കാണ് ബെസ്റ്റ് ലോക്കൽ ക്വിസീൻ ബുക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ എനിക്ക് കിട്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് വേൾഡ് ലെവലിലേക്ക് കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വരും. അന്ന് ശരിക്കും ഉറങ്ങിയിട്ടില്ല. അതിനുശേഷം Jan-Feb ആ സമയമാകുമ്പോ എനിക്ക് ഇന്ത്യയിൽ തന്നെ സെലിബ്രിറ്റി ഷെഫ് ഉണ്ട്, സഞ്ജീവ് കപൂർ. പുള്ളിയുടെ ഒരു ട്വീറ്റ് കിട്ടുകയാണ്, നിമി കൺഗ്രാറ്റ്സ് ഓൺ യുവർ വിൻ ഓൺ ഗോർമെ വേൾഡ് on being shortlisted on Gourmet World Cookbook Awards. അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആരോ എന്നെ പറ്റിക്കാൻ നോക്കും. അപ്പോ ഇത് ശരിയല്ല, ആരോ പറ്റിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് ആ പുള്ളിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് 1000 വട്ടം നോക്കിയിട്ടുണ്ടാവും. സംഭവം ശരിയാണ്. പിന്നെ എന്റെ മെയിൽ ചെയ്തപ്പോ മെയിലിൽ കിടക്കണു, യു ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ്, കൺഗ്രാറ്റ്സ്, നൗ യു ആർ ഇൻ ദ 7 from 187 എന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയൊരു മൊമെന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റി പാട്ട് ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാൻ പോകണം നിമിക്ക് വേണ്ടി. ലേഡീസ് ശല്യപ്പെടുത്തരുത്, ഇത് കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ട
വേദിയാണ്. കാരണം പാചകത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിമി സുനിൽകുമാർ ഓൺ ക്ലബ് FM 104.8 ലേഡീസ് നേരം. 187 രാജ്യങ്ങളിൽ നിന്ന് വന്ന ലോക്കൽ ക്വിസീനെ സംബന്ധിച്ചുള്ള കുക്ക് ബുക്കിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 3ാം സ്ഥാനം ലഭിച്ച ഒരു കുക്ക് ബുക്ക് നിമി സുനിൽകുമാറിന്റെ പുസ്തകമായിരുന്നു. അതിനായിരുന്നു ഗാസ്ട്രോണമി ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗോമെ കുക്ക് ബുക്ക് അവാർഡ്. അപ്പോ ഈ അവാർഡൊക്കെ നേടുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് വേണ്ടേ? എങ്ങനെയായിരുന്നു നിമിന്ന് നമുക്ക് അറിയണ്ടേ? വീട്ടില് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അമ്മയുടെ കുക്കിംഗ് കുറച്ചും കൂടി വ്യത്യാസമാണ്. ഓടിപ്പടിച്ചങ്ങ് ചെയ്യുന്ന കൂട്ടത്തിലമ്മ. പ്രീ പ്ലാൻഡ് അല്ല. അമ്മ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവണ പോലെ പെട്ടെന്ന് അങ്ങ് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി അമ്മ ഓടി രക്ഷപ്പെടും. പക്ഷെ അങ്ങനെയുള്ള ഡിഷസിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയുടെ ഫുഡ് തന്നെയാണ്. അപ്പൊ അമ്മ മത്സരിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് കിട്ടിയേനെ ഒരു പക്ഷേ. എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുഡിന്റെ കാര്യത്തില് ഭയങ്കര കമ്പനിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സീക്രട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത് ശരി. പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടില് ഹസ്ബൻഡും ഫുഡിനോട് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ മിക്കവാറും പരീക്ഷണം അദ്ദേഹത്തിന്റെ അടുത്താണ്. അത് പരീക്ഷണ വസ്തു പുള്ളി തന്നെയാണ്. കുക്കിംഗ് ലാബൊക്കെ ഉണ്ടോ വീട്ടില്? അതെ, കുക്കിംഗ് ലാബ് എന്ന് പറയാം. കിച്ചണുണ്ട്, 2 കിച്ചണുണ്ട്. ഒരെണ്ണം വീട്ടിലെ കിച്ചൺ, ഒരെണ്ണം കുറച്ച് വിശാലമായിട്ടുള്ള കിച്ചണുണ്ട്. പരീക്ഷണത്തിന് പരീക്ഷണങ്ങൾ നടത്തി അതൊക്കെ ഒരു പുസ്തകത്തിലാക്കി ഓസ്കാർ അവാർഡിന് അയക്കുക. ഇത് മാത്രമല്ല നിമിയുടെ ജോലി കേട്ടോ. വേറെ ഒരുപാട് കാര്യങ്ങൾ നിമി ചെയ്യുന്നുണ്ട്. ലേഡീസ് നേരത്തിലൂടെ നമുക്ക് അതൊക്കെ അറിയാം. Stay tuned for that. ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടുകാർക്ക് വെച്ച് വിളമ്പി കൊടുക്കന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് സാമട്ടില് പാചകത്തിന് എടുക്കുന്ന ഒരാളല്ല കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ ലേഡീസ് നേരത്തിലുള്ളത്. പാചകം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനും ആസ്വദിക്കാനും അതിലൂടെ തന്നെ ലോകത്തിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താനും നിമി സുനിൽകുമാർ എന്ന വീട്ടമ്മയ്ക്ക് സാധിച്ചു. എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്കും ഒരു കൈ നോക്കാൻ. ലേഡീസ് നേരത്തിലൂടെ ഇത് അച്ചു ടൺ കണക്കിന് ഫണും ടൺ കണക്കിന് മ്യൂസിക്കുമായി ഏത് അടുക്കളയിലും കയറി പാചകം ചെയ്യാം. പക്ഷെ ഇതില്ലാതെ എനിക്ക് വയ്യ എന്ന് നിമിക്ക് തോന്നിയിട്ടുള്ള യൂട്ടൻസിൽ ഏതാണ്? കുക്കറാണ്. കുക്കറിന്റെ ഇത്ര വലിയ സ്പെഷ്യാലിറ്റി എന്താ? സ്പെഷ്യാലിറ്റി എല്ലാം ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും കുറച്ച് അടി കട്ടിയിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആവുള്ളൂ. ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ കുക്സിൽ ഒരാളായ നിമി സുനിൽകുമാർ എങ്ങനെയാ ഈ പാചകമാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സ്റ്റാർട്ടിങ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ കുക്ക് ചെയ്യുന്ന നോക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ അമ്മ പറയും പഠിച്ചാൽ മതി എന്ന് പറയും. മാഗസീൻസിൽ വരുന്ന റൈറ്റപ്സ്, അതായത് റെസിപ്പീസ് അങ്ങനെ വിത്ത് ഫോട്ടോസ് വരില്ല, അതെനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഒരു ബുക്കിനകത്ത് പേസ്റ്റ് ചെയ്ത് അത് ആ ബുക്ക് സൂക്ഷിച്ചു വെക്കാന്നുള്ളൊരു ആ സമയത്തുള്ള ഒരു ക്രേസ് ആയിരുന്നു. കല്യാണം എന്റെ നേരത്തെ കഴിഞ്ഞതാണ്. എനിക്ക് 19 ആയപ്പോ എൻഗേജ്ഡ് ആയി. 1 ഇയർ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. അപ്പോ ഹൗസ് വൈഫായിട്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ കുറച്ചുനാള് ഫ്രീലാൻസ് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു വിമൻസ് എറ ലൈഫ് മാഗസീനിലേക്ക്. അതിലും ഇത് തന്നെയാണോ, പാചകം തന്നെയാണോ? അല്ല, ഞാൻ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആണ് ആ സമയത്ത്. മൊത്തത്തിൽ അതൊരു വല്ലാത്ത വൈരുദ്ധ്യമായി പോയല്ലോ. ഇല്ല, ഇതുമാതിരി കുക്കിംഗ് പോലെ തന്നെ എനിക്ക് വേറെ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് റൈറ്റിംഗ് ആണ്. സ്കൂൾ ലെവലില് ഞാൻ പഠിച്ചതൊക്കെ അബുദാബിയിലാണ്, ജനിച്ചു വളർന്നതല്ല അബുദാബിയിലാണ്. അപ്പൊ അവിടെ തന്നെ മാഗസീൻസിലേക്ക് എഴുതുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോ അത് റൈറ്റിംഗ് ശരി. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മൊത്തം ട്വിസ്റ്റ് ആണ് എന്റെ ജീവിതം. അപ്പൊ നമ്മളൊന്നും പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല, പാഷൻ തന്നെയാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ? അതെ. ഈ പാഷൻ കൊണ്ട് നിമി എന്തൊക്കെയാണ് സാധിച്ചെടുത്തതെന്ന് അറിയാം. ക്ലോസ് കൂട്ടുകാരി അച്ചുവിനുമുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹിതി നിമി സുനിൽകുമാർ. ലോകത്തിലെ വളരെ പ്രശസ്തയായ കുക്സിൽ ഒരാളാണ്. അതായത് ഓസ്കാർസ് ഓഫ് ഗാസ്ട്രോണമി എന്നറിയപ്പെടുന്ന ഗോമെ കുക്ക് ബുക്ക് അവാർഡ് സ്വന്തമാക്കിയ ആദ്യത്തെ മലയാളി എന്ന് വേണമെങ്കിൽ നിമിയെ വിശേഷിപ്പിക്കാം. ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. നിമിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് ശേഷമാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് അല്ലെ? അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റങ്ങൾ ഇൻ ദ സെൻസ് എനിക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ. അപ്പൊ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആള്. ചുമ്മാ ഇരിക്കുന്നതിനേക്കാട്ടിലും എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഫ്രീലാൻസ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കുക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നു. കാരണം ഒരു ചെറിയ വാശിപ്പുറത്ത് ആദ്യം തുടങ്ങിയതാ കുക്ക് ചെയ്യാനായിട്ട്. കാരണം എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത ഫാമിലി സൂപ്പർ കുക്സ് ആണ് എല്ലാവരും. ഹോട്ടൽ ബിസിനസ് ഉള്ളവരാണ്. അപ്പോ ഹസ്ബൻഡ് നല്ലൊരു ക്രിറ്റിക് ആണ്. എന്തുണ്ടാക്കിയാലും അതിലെ കുറവുകൾ പുള്ളി കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കും. അതിന്റെ പുറത്തൊരു വാശിപ്പുറത്ത് അങ്ങനെ തുടങ്ങിയതാ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഉണ്ടാക്കി നോക്കണം. അപ്പോ അവിടുത്തെ ഹോട്ടലിൽ ഇപ്പൊ നിമി
നിമിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരുടെ ബിസിനസ്സിൽ തലയിടാറില്ല. ഇത് പ്യൂർലി എന്റെ ഒരു വേൾഡാണ്, ഈ ബുക്സ് സംഭവങ്ങളൊക്കെ. അപ്പൊ പുള്ളി ഒരു ദിവസം ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ട് ബുക്ക് എഴുതുന്നില്ല എന്ന് ചോദിച്ചു. അത് തമാശക്ക് പുള്ളി പറഞ്ഞത് കുറച്ച് സീരിയസ് ആയി പോയി. പിന്നെ അങ്ങനെ ബുക്ക് പിറന്നു. അപ്പോ ഹസ്ബൻഡ് ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമാണോ അതോ നല്ലത് വല്ലപ്പോഴും പറയാറുണ്ടോ? നല്ലത് പറയാറുണ്ട്, പറയില്ലെന്നല്ല, പറയാറുണ്ട്. വളരെ അപൂർവം ആയിട്ടേ പറയുള്ളൂ. പുള്ളി നന്നായിട്ട് പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതലും നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയത്. അപ്പൊ നിമിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള പുരുഷൻ സ്വന്തം ഭർത്താവാണ്. ഇതുപോലെ സ്ത്രീകൾക്ക് വിജയം.com എന്ന വെബ്സൈറ്റ് ഞാനിപ്പോ എന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ചിത്രങ്ങളായാലും റെസിപ്പീസ് ആയാലും വായിച്ചു കഴിഞ്ഞാല് നാവില് വെള്ളം ഉറങ്ങി. എന്റെ അവസ്ഥ എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഈ ബ്ലോഗിന്റെ ഉടമസ്ഥൻ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. ലിപ് സ്മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള എന്ന ഇന്റർനാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ആ ഉടമസ്ഥ നിമി സുനിൽകുമാർ. ഈ ബ്ലോഗ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്ത്രീകളാണോ? ആണുങ്ങളും പെണ്ണുങ്ങളും ബോത്ത്, ലേഡീസ് ആൻഡ് മെൻ ബോത്ത് ഉണ്ട്. എല്ലാവരും എനിക്ക് അറിഞ്ഞൂടാ, കുക്കിംഗ് ഒരു ശരിക്കൊരു മാജിക് ഉള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എത്ര ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് പെട്ടെന്ന് ആണുങ്ങളോ പെണ്ണുങ്ങളൊന്നുമില്ല ആ വിഷയത്തിലേക്ക് പെട്ടെന്ന് ചാടി വീഴും. ആ മറ്റേ കാര്യം, ഇത് കഴിച്ചായിരുന്നോ, പിന്നെ ടോപ്പിക്സ് ഫുള്ള് അതുമ്മലായിരിക്കും. ഈ ബ്ലോഗിലിട്ടിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ എന്റെ തന്നെയാണ്. അത് തുടക്കം തൊട്ടേ അങ്ങനെയാണോ? തുടക്കം തൊട്ടിട്ടേ അങ്ങനെയാണ്. ഈ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ് തോന്നുന്നു അല്ലെ? വേറൊരു ഏരിയ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. അതെ, അത് വേറൊരു ഏരിയ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന എല്ലാ ജോബ്സും എന്ത് തന്നെ പ്രൊഫഷനായിട്ട് ഞാൻ എടുത്താലും സെന്റർ എപ്പോഴും ഫുഡാണ്. അതിന്റെ ചുറ്റും ബാക്കി എല്ലാം റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഫുഡിന് വേണ്ടി പഠിച്ചതാണ് ഒക്കെ ഫുഡിന് വേണ്ടി പഠിച്ചതാണ്. സെൽഫ് ടോട്ട് ആണ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട്. പ്രൊഫഷണലി ഇതൊന്നുമല്ല ഫോട്ടോഗ്രാഫിയില്. പക്ഷെ കണ്ടാ അങ്ങനെ തോന്നില്ല കേട്ടോ. അതാ ഇപ്പൊ ഈ ബ്ലോഗിന്റെ ഫസ്റ്റ് പേജിൽ കിടക്കുന്ന റെസിപ്പി കോക്കനട്ട് രസമാണ്. അയ്യോ, ഒരു വയലറ്റ് ക്ലോത്തിന്റെ ബാക്ക്ഗ്രൗണ്ടില് നല്ല ചുവന്ന തക്കാളി, ചുവന്ന കൊല്ലൻ മുളക്, പച്ച മല്ലിയില, മഞ്ഞ മൂടിയുള്ള ഒരു പാത്രം. കണ്ടാൽ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ആ രസം എടുത്ത് കുടിക്കാൻ തോന്നും. ഈ ഫുഡ് ഫോട്ടോഗ്രാഫി കൊള്ളാം അല്ലേ? ഇതിന്റെ ബേസിക്സ് ഒക്കെ നമുക്കൊന്നും അറിയണല്ലോ. വെയിറ്റ് ചെയ്യൂട്ടോ, 2 പാട്ട് കഴിഞ്ഞിട്ട് അത് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ആ വിഭവത്തിന്റെ ഇട്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫ് നമ്മുടെ വായിൽ വെള്ളം ഊറിക്കുന്ന ഒന്നായിരിക്കണം അല്ലെ? അതുപോലെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കണ്ട് വായിൽ കപ്പലൊഴിക്കാനുള്ള വെള്ളം നിറച്ചിരിക്കാൻ ഞാൻ. എന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് നിമീസ് റെസിപ്പീസ്.com എന്ന ബ്ലോഗാണ്. അതിലെടുത്തിരിക്കുന്ന ഫോട്ടോസ് കംപ്ലീറ്റ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ നിമി സുനിൽകുമാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഷീ ഈസ് എ ഫുഡ് ഫോട്ടോഗ്രാഫർ ടു. എന്താ ഈ ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിമി? എന്റെ അഭിപ്രായത്തില് ഫുഡ് ഫോട്ടോസില് ഏറ്റവും ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡിന്റെ അടുത്ത് നമുക്ക് ചിരിക്കാൻ പറയാൻ പറ്റില്ല. ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഒന്ന് സൈഡിലേക്ക് തിരിയൂ, ഒന്ന് അപ്പുറത്തേക്ക് നോക്കൂ, ഒന്നും പറയാൻ പറ്റില്ല. അതങ്ങനെ ഇരിക്കും. നമ്മൾ അതിലെ ഭംഗി നമ്മൾ കണ്ടുപിടിക്കണം. അതിലാണ് എനിക്ക് ഒരു ശരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. ഏത് തരത്തിൽ ആ ഫുഡിന് നമ്മൾക്ക് അപ്പീലിംഗ് ആക്കാം എന്നുള്ള ഒരു കണ്ടുപിടുത്താണ് അതിൽ നടത്തേണ്ടത്. എങ്ങനെയായിരിക്കും, ഏതൊക്കെ കളേഴ്സ് ആയിരിക്കും അത് എടുത്തു കാണിക്കുന്നത്. നമുക്ക് വായിൽ വെള്ളം ഊറണം. നമുക്ക് ഫുഡ് കണ്ടാൽ മാത്രം വരെ. ഇപ്പൊ ഫുഡ് ജസ്റ്റ് ഒരു പിക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പീലിംഗ് ആണെങ്കിൽ നമ്മളത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഫുഡ് സ്റ്റൈലിസ്റ്റ് കൂടിയാണ് എന്ന് പറഞ്ഞു, അതെന്താ സംഭവം? ഫുഡ് സ്റ്റൈലിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഫുഡ് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധം. ഫുഡ് ഫോട്ടോഗ്രാഫി മെയിൻലി നമുക്കത് പ്രൊജക്ട് ചെയ്യാനായിട്ടാണ് ഫുഡ് സ്റ്റൈലിംഗ് ചെയ്യുന്നത്. ഫുഡ് സ്റ്റൈലിംഗ് എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ്സ്, പ്രോപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഏത് പാത്രത്തിൽ വെക്കണം, ഏത് പാത്രത്തിൽ വകഭേദം. ചിലര് കാർവിംഗ് ചെയ്ത് വെക്കുന്നവരുണ്ട്. പല രീതിയിലാവാം സ്റ്റൈലിംഗ്. ഫുഡ് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം ശരിക്കും ഫോട്ടോയില്. ഇപ്പൊ നമ്മൾ ഒരു ആപ്പിൾ വെക്കുകയാണെങ്കിൽ അതില് ഗ്ലോസി ആയിട്ട് നല്ല ചില ഫോട്ടോ ആപ്പിൾ അത് അങ്ങനെ ആക്കാം. അങ്ങനെയൊക്കെ ചില ഫുഡ് സ്റ്റൈലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ. അത് ശരി. ആർട്ടിഫിഷ്യൽ തിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫോട്ടോ എടുത്തിട്ട് പിന്നെ കഴിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേറൊന്നും അതിൽ തൊടൂല. അല്ല, ഇതെന്താ ക്യാമറയും കൊണ്ട് അടുക്കളയിലേക്ക് കയറണേ? നോക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലേഡീസ് നേരം. Club FM 104.8 ഉള്ളത് ലേഡീസ് നേരം. ഞാൻ അച്ചു ടൺ കണക്കിന് ഫണുമായി. എന്നോടൊപ്പം ഉള്ളത് ലിപ് സ്മാക്കിംഗ് ഡിഷസ് ഓഫ് കേരള എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഗോർമേ കുക്ക് ബുക്ക് അവാർഡ് കരസ്ഥമാക്കിയ ഒരു ഫുഡ് ബ്ലോഗറായ, ഫുഡ് ഫോട്ടോഗ്രാഫറായ, ഫുഡ് സ്റ്റൈലിസ്റ്റായ, അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ തൃശ്ശൂർക്കാരിയായ, മൂന്നാറിന്റെ മരുമകളായ നിമി സുനിൽകുമാറാണ്.
മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നിമി എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? എന്റെ ക്ലാസ്സിന് ഒരു ബോർഡ് പോലും ഇല്ല, അതാണ് എന്റെ പരസ്യം. അപ്പൊ കുക്കിംഗ് ക്ലാസ്സസ് നടത്താറുണ്ട്? കുക്കിംഗ് ക്ലാസ്സസ് ഞാൻ നടത്താറുണ്ട്, പക്ഷെ ഒരു പരസ്യം പോലും വീടിന്റെ വെളിയിൽ കാണില്ല. നിങ്ങൾക്ക് ആ വീട്ടിലാണ് കുക്കിംഗ് ക്ലാസ് നടത്തുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഇരിക്കുന്നത്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? സ്റ്റുഡൻസ് പ്രീ പ്ലാൻഡ് ആണ്. നേരത്തെ ഇമെയിൽ അയക്കും, ബുക്ക് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ക്ലാസ്സസിനുള്ള കോൾസ് വരുന്നത്. നെക്സ്റ്റ് ഇയർ വരെ എനിക്ക് ബുക്കിംഗ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ എന്റെ ക്ലാസ്സസ് നടക്കുന്നത്. പിന്നെ വീക്കെൻഡ്സിൽ മാത്രമാണോ? അങ്ങനെ അല്ല, ഡെയിലി ബേസിസിലാണ്. ശരിക്കും ഞാൻ മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 8:30 സ്കൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് ഉണ്ട്. 5 o'clock ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ബുക്ക് ചെയ്യുന്നുണ്ടാവും ഗസ്റ്റ്സ്. അവർ 5 ആകുമ്പോൾ കൃത്യം വീട്ടിലേക്ക് എത്തിക്കോളൂ. പിന്നെ ആ ക്ലാസ്സസ് എത്ര നേരം വരെ നിൽക്കുന്ന അറിയില്ല. ഞാൻ പാഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് മോണിറ്ററി ബെനിഫിറ്റ്സ് എല്ലാം മെയിൻ ആയിട്ട് നോക്കുന്നത്. എനിക്ക് മാക്സിമം ഒരു ദിവസത്തിന് വരുന്ന ആളാണെങ്കിലും മാക്സിമം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്ന ക്ലാസ്സസ്. അപ്പോൾ ഫോറിനേഴ്സ് ആണ് കൂടുതൽ? എനിക്ക് കൂടുതലും ഫോറിനേഴ്സ് തന്നെയാണ്. നോർത്ത് ഇന്ത്യൻസ് ചിലപ്പോൾ ക്ലാസ്സസ് വരാറുണ്ട്, പക്ഷെ 2 ക്ലാസ്സസും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വെക്കാറില്ല. കാരണം എനിക്ക് മിക്സ് ചെയ്യാൻ ഇഷ്ടമല്ല. ഫോറിനേഴ്സിന് പൊതുവെ കുറച്ച് സ്ലോ ആയിരിക്കും പിക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആൾക്കാരെ ഓൾറെഡി സ്പൈസസും എല്ലാം അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് പിക്ക് ചെയ്യും. നമുക്ക് കുറച്ചും കൂടിയും ഈസിലി എടുക്കാൻ പറ്റും പറയുന്നത്. പക്ഷെ അത്രയും ഇതിൽ തന്നെ അവര് എടുക്കണമെന്നില്ല. അപ്പൊ അവരുടെ ടേസ്റ്റ് പൊതുവെ ബ്ലാൻഡ് ആണ്. കുറച്ച് സ്പൈസസ് ഒന്നും ഇത്രയും ഉപയോഗിക്കില്ല. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. അപ്പൊ അത് കാരണം അങ്ങനെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ടും സെപ്പറേറ്റ് ഡേയ്സ് ആയിട്ട് വെക്കും. പാചകത്തിന്റെ പേരിൽ നിമി കൈവച്ചിട്ടുള്ള മേഖലകളെ കുറിച്ച് കേട്ടിട്ട് ഞാൻ അങ്ങനെ അന്തം വിട്ടോണ്ടിരിക്കാം. 2 പാട്ടിലേക്ക് സമയം കഴിഞ്ഞു നമ്മുടെ കൂടെയുള്ള ക്ലോസ് കൂട്ടുകാരി നിമി സുനിൽകുമാറിന്റെ. ബട്ട് ഷീ ഈസ് സോ സിമ്പിൾ. ഇത് ക്ലബ് FM 104.8. ലേഡീസ് നേരത്തിൽ ഞാൻ അച്ചുവാണ്. ടൺ കണക്കിന് ഫണും ടൺ കണക്കിന് മ്യൂസിക്കുമായി എഡിൻബർഗ്, ലണ്ടൻ, സൗത്ത് ആഫ്രിക്ക, എവിടുന്നൊക്കെയുള്ള ആൾക്കാരാണ് എക്സലന്റ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പ് അഡ്വൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മൂന്നാർ എന്ന ടൂറിസ്റ്റ് സ്പോട്ടിലെ 40 അട്രാക്ഷൻസിൽ ടോപ്പ് 1 എന്ന് പറയുന്നത് നിമിയുടെ ലിപ് സ്മാക്കിംഗ് കുക്കിംഗ് ക്ലാസ് ആണ്. എന്തൊക്കെയാണ് ക്ലാസ്സിന് വരുന്ന ഫോറിനേഴ്സിന്റെ മെയിൻ സംശയങ്ങൾ? ചിലര് അവർക്ക് വെജിറ്റബിൾസിനോട് ഭയങ്കര ക്രേസ് ആണ്. അവര് പറയുന്നത് വെജിറ്റബിൾസ് നമ്മളുടേതിൽ ഉള്ള വെറൈറ്റീസ് അവർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മള് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കും, അതിനകത്ത് മാങ്ങയും തൈരും ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കും, അതിൽ നമ്മൾ പൈനാപ്പിളും തൈരും ഉപയോഗിക്കുന്നുണ്ട്. അവര് പറയണത് ഇത് ഭയങ്കര അത്ഭുതം, എങ്ങനെയാ നിങ്ങൾ ഫ്രൂട്ട്സ് വെച്ച് കറി ഉണ്ടാക്കുമോ എല്ലാവരും, നിങ്ങൾ എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത്? അവര് സാലഡൊക്കെ ആയിട്ടാണല്ലോ കഴിക്കുക. അവര് സാലഡ് ആയിട്ടാണ് കഴിക്കുന്നത്. അതുമാതിരി ബീട്രൂട്ടൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. അവര് പറയാറുണ്ടത്. പിന്നെ മീൻകറി ചോദിച്ചിട്ട് വരാറുണ്ട്, നമ്മുടെ നാടൻ കൊടമ്പുളിയിട്ട മീൻകറി. ഞാൻ ഇന്ന് മുഴുവൻ വെള്ളാർക്കിട്ടാണ് സംസാരിച്ചോണ്ട്. ഇതിന്റെ അവസാനം നിമ്മിയുടെ ഒരു ട്രീറ്റ് ആയിരിക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ ഫോറിനേഴ്സ് നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന എന്താണെന്നുള്ള സംശയം ചോദിച്ചിട്ടുണ്ടോ? കൈകൊണ്ട് എന്താ കഴിക്കുന്നതിനുള്ളതിന് എനിക്ക് ഉത്തരവുണ്ട്. നമുക്ക് 5 സെൻസസ് ഉണ്ടല്ലോ. നമ്മള് ശരിക്ക് കൈകൊണ്ട് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രുചി അറിയാം. കാരണം നമ്മള് സ്മെല് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ശരിക്കും എല്ലാ സെൻസ് ഓർഗൻസും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾ കൈകൊണ്ട് കഴിച്ചു നോക്കുക, അതിനൊരു രുചി വേറെ തന്നെയാന്ന്. അപ്പൊ ഇന്ന് എത്ര വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയാലും കത്തിയും മുള്ളും കയ്യിലെടുക്കാതെ കൈകൊണ്ട് ആ വിഭവം ഒന്ന് രുചിച്ചു നോക്കൂ, അതിന്റെ ഡിഫറെന്റ് ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കൂ. ഇത് ലേഡീസ് നേരം, ഞാൻ അച്ചു. കടൽ കടന്ന് മറ്റു നാടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. നിമി സുനിൽകുമാർ ഓൺ ക്ലബ് FM 104.8. ഞാൻ അച്ചുവാണ്. ടൺ കണക്കിന് ഫണം, ടൺ കണക്കിന് മ്യൂസിക്കുമായി. വിദേശീയര് മാത്രമല്ല സ്വദേശീയരും, അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ക്ലാസ്സിന് വരാറുണ്ടെന്ന് നേരത്തെ നിമി പറഞ്ഞു. അവർക്കും കേരളീയ വിഭവങ്ങളാണോ അല്ല അവരുടെ വിഭവങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കാറ്? ഞാൻ പഠിപ്പിക്കുന്നത് ബേസിക്കലി കേരള ഡിഷസ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഞാൻ ബേക്കിംഗ് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ കേരള ഡിഷസ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. പറഞ്ഞ പോലെ എനിക്ക് കേരള ക്യൂസീനോട് പ്രൊമോട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളുടെ കയ്യിൽ ഇത്രയും വലിയൊരു ട്രഷർ ഉണ്ടാവുമ്പോൾ നമ്മളെന്തിന് നാട്ടുകാരുടെ പിന്നാലെ ഓടണം? ഇതുപോലെ
ഇതുപോലെ നമ്മൾ എല്ലാവരും ചിന്തിച്ചാൽ നമ്മുടെ നാടൊക്കെ എന്നെ നന്നായി പോയേനല്ലേ. നിമി സുനിൽകുമാർ വീട്ടിൽ വിദേശീയർക്ക് ക്ലാസ് നടത്തുന്നത് പോലെ തന്നെ സ്കൂളിൽ കുറച്ച് കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു അധ്യാപിക കൂടിയാണ്. എന്താ അവിടെ റോൾ എന്ന് അറിയണ്ടേ? പറയൂ. അതെ, ഡയറ്റീഷ്യൻ കൂടെ. എന്റെ ജോബ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സ്കൂളിൽ. ഞാൻ ഡയറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ സ്കൂളിൽ കുട്ടികൾ ഒരു 900 സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ. ഞാൻ ടാറ്റയുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ടാറ്റ ഹയർ റേഞ്ച് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു 900 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റുഡൻസിന് ലഞ്ച് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി ഞങ്ങൾ ഹെൽത്ത് ഓറിയന്റഡ് ഒരു സിസ്റ്റമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വെജിറ്റബിൾസ് കമ്പൽസറി ആണ്, ജങ്ക് ഫുഡ് അങ്ങനെ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. അതായത് നോൺ വെജ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ബാക്കി ദിവസങ്ങളൊക്കെ വെജിറ്റബിൾസ്. അത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ തന്നെയാണ്. അവിടെ കുക്ക് ചെയ്യുന്നത് കൂടുതലും അവിടുത്തെ ബസ് അറ്റൻഡേഴ്സ് ആണ് കുക്ക് ചെയ്യുന്നത്. അവരെ ഗൈഡ് ചെയ്യാന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. പിന്നെ അത് കൂടാണ്ട് കുട്ടികൾക്ക് മെനു പ്ലാനിങ്, അത് ആ സിസ്റ്റം കൂടി എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫുഡ് എന്നുള്ള സെക്ഷൻ സ്കൂളിൽ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു അസല് ഡയറ്റ് പറഞ്ഞു തന്നിട്ട് വേണം നിമി ഇവിടെ നിന്ന് പോവാനായിട്ട്. ലേഡീസ് നേരത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് കുക്ക് ബുക്കിൽ ഒരു ഇന്റർനാഷണൽ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഡയറ്റീഷ്യനായ, ഫുഡ് ബ്ലോഗറായ, ഫുഡ് ഫോട്ടോഗ്രാഫറും ഫുഡ് സ്റ്റൈലിസ്റ്റും ഒക്കെയായ നിമി സുനിൽകുമാർ ആണ്. പുണ്യമാസമായ റംസാനിൽ ഒരുപാട് പേര് വ്രതമെടുക്കുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ആരോഗ്യദായകമാവണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരണം. ലിക്വിഡ് ഫുഡ് നല്ല കൺസംഷൻ വേണം. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഇനി കഴിക്കുമ്പോൾ നന്നായിട്ട് ഇൻടേക്ക് വേണം. ഫ്ലൂയിഡ് ഇൻടേക്ക് അത്യാവശ്യം നന്നായിട്ട് വേണം. ഫ്ലൂയിഡ് നന്നായിട്ടുണ്ടെങ്കിലേ നമ്മുടെ ബോഡി ശരിക്കും ഇതായിട്ട് പോവുള്ളൂ. ഫ്ലൂയിഡ് ഇൻടേക്ക് നിർബന്ധമാണ്. കാരണം നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നിമി കൈപുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിമിയെ സംബന്ധിച്ചിടത്തോളം? കൈപുണ്യത്തിന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് രുചിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അതാണ് എന്റെ പോളിസി. നന്നായി രുചിക്കാൻ അറിയണം. നന്നായിട്ട് ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് നോർമലി ആ കാലിബർ ഉണ്ടാവും. ഇത്ര വലിയ അവാർഡൊക്കെ കിട്ടി, ഇനി അടുത്ത പരിപാടി എന്താണ്? അവാർഡൊക്കെ അതിന്റെ ഭാഗത്ത് അങ്ങനെ നടക്കും. പക്ഷെ എന്റെ ആഗ്രഹങ്ങള് ഇപ്പോഴും ബുക്കുകൾ എഴുതാന്നാണ്. വീണ്ടും ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുക, ബുക്ക് ചെയ്യുക. അതാണ് എന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളൊക്കെ നടക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ലേഡീസ് നേരത്തിന്റെ ക്ലോസ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ നാവില് വെള്ളം ഉറപ്പിച്ചതിന് ഒരുപാട് നന്ദി. വീട്ടിലിരുന്ന് പാചകം ചെയ്യുന്നതിന് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു വീട്ടമ്മയാണ് നിമി സുനിൽകുമാർ. ഒരുപാട് വീട്ടമ്മമാരെ ഇന്ന് നിമി പ്രചോദിപ്പിച്ചു എന്നെനിക്കറിയാം. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്താൻ മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലേഡീസ് നേരത്തിൽ നിന്നും അച്ചു എന്ന ക്ലോസ് കൂട്ടുകാരി പോവാണ്. വിശപ്പ് അതിന്റെ മൂർധന്യത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ഇനിയെങ്കിലും ഞാനൊന്ന് പോയി ഭക്ഷണം കഴിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ്, ഹാവ് ഫൺ കണക്കിന് ഫൺ. ബൈ ബൈ.